ആ സമയത്ത് തന്നെ വേറെ കാര്യം അനൗൺസ് ചെയ്തില്ല, അതിന്റെ സ്പിൻ ഓഫ് വരുന്നത് അതുള്ള സത്യമാണ്. പോസ്റ്റർ അങ്ങനെയാണല്ലോ നിർത്തുന്നത്, ഓബ്വിയസ് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും വരും. എന്നത്തേക്ക് പ്രതീക്ഷിക്കുക? ഇല്ല, ഞാൻ അടുത്തതിന്റെ കുറച്ച് പരിപാടികളിലാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തതും ഒരു ഫാന്റസി ഐറ്റം തന്നെയാണ്. അത് ഫാന്റസി രാജുവേട്ടനായിട്ടാണെന്നാണ് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ മൊത്തത്തിൽ റൂമേഴ്സും കാര്യങ്ങളും മീറ്റപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം വരും. അതുപോലെ കാട്ടാളിന്റെ ടീമിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിലുള്ള സജഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമകളാണ്. ഈ പറയുന്ന നമ്മൾ അങ്ങനത്തെ ഒരു കൾച്ചറൽ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് സ്പേസ് അത് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ പോയി അവരുടെ സ്ക്രിപ്റ്റ് കേട്ടു എന്നുള്ളതേ ഉള്ളൂ. ഈയിടെ ഇപ്പോൾ പോലെ ഏറെന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇച്ചിരൂടെ ഫാന്റസി മിത്ത് അങ്ങനത്തെ സിനിമകൾ ഇച്ചിരൂടെ ഉണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിലോട്ട് വന്നത് വീണ്ടും ട്രെൻഡിങ് ലിസ്റ്റിലോട്ട് വന്നത് ബേസിക്കലി ഇങ്ങനത്തെ മിത്തും അല്ലെങ്കിൽ ഫാന്റസി ആയിട്ടുള്ള സിനിമകൾ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അതെന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്തായാലും ഗംഭീരമാട്ടെ. ഏറം 2 വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഏറം 2 മുന്നേ വേറെ എന്തെങ്കിലും ഒരു സാധനം ഗംഭീര സാധനം വരുന്നുണ്ട്. ഏറമിനെ വെല്ലുന്ന ഐറ്റം തന്നെ, ഒരു ഫാന്റസി സാധനം തന്നെ രാജുവേട്ടൻ കോംബോയിൽ പ്രതീക്ഷിക്കാൻ പറ്റും. എല്ലാം വരും. ജോൺ ഷിഫ്റ്റ് തന്നെയാണ്, പക്ഷെ ഫാന്റസി തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അല്ല, എനിക്കിങ്ങനെ ഈ പറയുന്ന ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ക്യാൻവാസ് ഓറിയന്റഡ് ഫിലിംസ്. പഴയ മുത്തശ്ശിക്കഥകളുടെയൊക്കെ ഒരു അത് തന്നെ ബേസിക്കലി അത് എന്നെയും കാട്ടി എൻ്റെ റൈറ്ററിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ പുള്ളി എഴുതുന്നത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ.